ഇത്തവണ ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരാള്, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാന് മംഗലാപുരം ഒരു ഷോപ്പിന്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അവിടെ പോയി ഹജ്ജിനുള്ള കുപ്പായം വാങ്ങി, ഹജ്ജിന്റെ വസ്ത്രം, ഇഹ്റാമിന്റെ വസ്ത്രം ഞാൻ വാങ്ങി. ആ വാങ്ങിയപ്പോ ഞാൻ കുറച്ച് വലിപ്പമുള്ള ഒരു ഇഹ്റാമിന്റെ ഡ്രസ്സ് വാങ്ങി ഉസ്താദേ എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്തിനാണ്? അപ്പൊ അയാൾ പറഞ്ഞു, അത് ഞാൻ ഹജ്ജിനെല്ലാം പോയി വന്നിട്ട് ഞാൻ മരിച്ചാല് എന്നാ പിന്നെ എന്നെ അതിലൊന്ന് കഫനായിട്ട് പൊതിയാൻ കഴിയുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനത് വാങ്ങിയതാ ഉസ്താദെ, തിരക്കേടില്ലല്ലോ. അതിന് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് പോയി വന്നിട്ട് മരിക്കൂ, ഇപ്പൊ നിങ്ങളാ തീരുമാനിക്കുക, അത് അള്ളല്ലേ തീരുമാനിക്കേണ്ടേ. അള്ളാഹു അവർക്കും ഞങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇപ്രാവശ്യം ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാകും അല്ലേ? കഴിഞ്ഞ ദിവസം പോയിട്ട് ഇഞ്ചക്ഷനൊക്കെ വെച്ച് വന്നവരുണ്ടാകും, തൊള്ളയിൽ ഇറ്റിച്ചവരുണ്ടാകും, കൈക്ക് കുത്തിച്ചവരുണ്ടാകും. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് കൊടുക്കട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. പലരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കുക, എന്താ ചോദിക്കണോ, ഞങ്ങൾ എന്തെല്ലാം കൊമ്പോണ് ഉസ്താദ്, ഇപ്പൊ ഹജ്ജിന് പോകുമ്പോ എന്തെല്ലാം കൊമ്പോണ്? കുക്കർ അല്ലെ? ഇപ്പൊ ഭാര്യയും ഭർത്താവ് ഒന്നിച്ച് ഹജ്ജിന് പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പൊ ഇപ്പൊ ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ഇപ്പൊ കൊണ്ടുപോകാൻ. അപ്പൊ കുക്കർ വേണോ? അങ്ങനെ ഗവൺമെന്റിൽ ഹജ്ജ് കമ്മിറ്റിയിലൊക്കെ ഹജ്ജിന് പോകുന്ന ആളുകളാവുമ്പോ ചിലപ്പോ അവരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ലിസ്റ്റ് ഇങ്ങനെ തയ്യാർ ചെയ്ത് കുക്കർ, പിന്നെ ഗ്യാസ് അവിടെ ഉണ്ടാവും, സിലിണ്ടർ, ഗ്യാസിന്റെ അണ്ട കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, അത് അവിടെ ഉണ്ടാവും. കുക്കർ കൊണ്ടുപോവാ, കുക്കർ. പിന്നെ കുറച്ച് അരി സാധനം, കുറച്ച് ഉണ്ടല്ലേ, കുറച്ച് ഉണക്ക് മീന്, പച്ചമീനല്ലേ, പച്ചമീൻ കൊണ്ടായ കേടാവൂലേ ചങ്ങായിമാരെ, 40 ദിവസമൊക്കെ ഉണ്ടാവും. ഒരു ഉണക്ക് മീന് അല്ലേ, ഒരു പൊടിയെട്ടി, തിരിയുന്നുണ്ടാന്നറിയില്ല നമ്മളെ മംഗലാപുരത്തെ ഭാഷയിൽ. പൊടിയെട്ടി എന്ന് പറഞ്ഞാൽ പൊടി ചെമ്മീന്, എട്ടി എന്ന് പറഞ്ഞാൽ ചെമ്മീനാണ്. അതിലൊരു ചെറുത് പൊടി എന്താ വരുന്നത്, മനസ്സിലാണ്ട? അള്ളാഹു ബർക്കത്തെ. എട്ടി അത്ര വലിയ നല്ല സാധനമൊന്നും അല്ല, അങ്ങോട്ട് പറയാതിരിക്കണം. അപ്പോ അതൊക്കെ ഇങ്ങനെ പാക്കിങ് ചെയ്തിട്ട് പോവാൻ ഇങ്ങനെ ഒരുങ്ങി റെഡിയായി നിൽക്കുക. അപ്പൊ ഒരാൾ എന്നോട് വിളിച്ചു ചോദിച്ചു, ഉസ്താദ് ഇതെല്ലാം ആക്കി, ഇനി വേറെന്ത് വേണം ഉസ്താദ്? ഞാൻ പറഞ്ഞു, എല്ലാം എന്നാ ഇതെല്ലാം അല്ല, അതെല്ലാം സൈഡ് വെക്കുക. അവിടെ എല്ലാം സൈഡ് ഫസ്റ്റ് എടുത്ത് വെക്കേണ്ട ഒരു സാധനമുണ്ട്. ഒക്കെ ഉസ്താദ്, എന്ത് ഉസ്താദ്, അത് ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ലേ? ഇല്ല. അപ്പൊ അയാൾ അവിടെ ഇങ്ങനെ ഭാര്യനോട് പറയാൻ തുടങ്ങി, നിന്റെ എന്തിനടി അവസ്ഥ, എടുത്ത് വെക്കണായ എടുത്ത് വെച്ചിട്ട് അവിടെ ഉസ്താദ് ചുമട്ടുണ്ട്, എടുത്ത് വെക്കണായ ഒരു വസ്തു ഫസ്റ്റ് എടുത്ത് വെക്കണായത് അത്. അപ്പൊ ഭാര്യ പറയുന്നത്, അത് പാസ്പോർട്ടില്ലേ, അതവിടെ കിട്ടില്ലേ, അവിടെ ബാംഗ്ലൂർ പോയ പിന്നെ കിട്ടലേ. അപ്പൊ ഇയാൾ പറയാ, പാസ്പോർട്ട് അല്ലേ ഉസ്താദ്, അത് അവിടെ കിട്ടും, ബാംഗ്ലൂരിനല്ലേ കിട്ടും ഉസ്താദ്, നിങ്ങൾ അവിടെ കൊടുത്തുറാ, അവിടെ കിട്ടും. പാസ്പോർട്ട് അല്ല, പിന്നെന്ത് സബറ് കൊണ്ടോണം. സോപ്പിന്റെ പേര് കരുതിയല്ലേ അല്ലേ? മണല്ലാത്ത സോപ്പിന്റെ പേര് കരുതിയവര്. സോപ്പിന്റെ പേരൊന്നുമല്ല, ക്ഷമ വേണം. പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടെ പ്രയാസത്തിലാകാൻ തുടങ്ങി, ക്ഷമപ്പെടുത്തപ്പെടാൻ തുടങ്ങി. പാക്കിങ് ചെയ്യുന്ന സമയത്ത് തന്നെ ഭാര്യ ഭർത്താവ് കലാട്ടെ, പറ്റൂല, സബർ വേണം. ഭാര്യ ഭർത്താവ് ഒന്നിച്ച് ഹജ്ജിന് പോകാൻ അല്ലാഹു ഒരു അവസരം തന്നുവെങ്കിൽ നിങ്ങൾ എന്തോ ഒരു നല്ലത് ചെയ്തിട്ടുണ്ടാവും എന്നാ അതിന്റെ അർത്ഥം. ഇന്നലെ മംഗലാപുരത്ത് ചെന്നപ്പോ അവിടെ 2 ചെറുപ്പക്കാരും അവരുടെ ഉമ്മയും പാപ്പയും 4 ആളും വന്നു. എന്നെ കണ്ടപ്പോ ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ 2 മക്കള് 2 ആളും UAE-യിലുള്ളതാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരാണ്. പറഞ്ഞു, ഞങ്ങൾ 4 ആളും ഇത്തവണ ഹജ്ജിന് പോവാണ് ഉസ്താദേ. 2 മക്കള്, ഉമ്മയും പാപ്പയും. അല്ലാഹു അവർക്കും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തൊരു സന്തോഷല്ലേ. ഞാൻ ആ ഉമ്മാനോട് പാപ്പാനോട് പ്രായമുള്ളവര്, അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്കിനി എന്താ ഈ ദുനിയാവിൽ വേണ്ടത്? മക്കളെ കൂടെ ഹജ്ജിന് പോകാൻ ഭാഗ്യം ലഭിച്ചില്ലേ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അവിടെ പോയിട്ട് ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പോയതാണ്. അവിടെ പോയിട്ട് സുബ്ഹാനല്ലാഹ്, ഇവരെ അനപറ ഗ്രൂപ്പിൽ പോയ എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ മാപ്പിള ബിജീബിലെ ഗൗജിൽ ഭർത്തായ ഹജ്ജിക്ക് ഭർത്തായ അവിടെ മക്കത്തൊക്കെ പോയി നോക്കുമ്പോ ഇങ്ങനെ അണപറ റൂമിലുള്ള എല്ലാവർക്കും ಗೊತ್ತಾಯ್ತು. കാരണം ഇയാൾ ഈ ഭർത്താവുണ്ടല്ലോ, ചെറിയ വിഷയം വരുമ്പോ ഭാര്യനോട് പടങ്ങാണ്. എവിടെ? അറഫയില്.
അറഫയില് കാണാതെയായി, വലിയ സംഘമല്ലേ, കാണാതായി, കുറച്ച് കാണാതായിട്ടേ ഉള്ളൂ. എവിടെ മരകെട്ടിന്നടിമ ചോദിക്ക ഭർത്താവ് ഭാര്യനാണ്. അള്ളാ, പരിസരത്തുള്ള എല്ലാരും ഉണ്ട്, എല്ലാവർക്കും മനസ്സിലായി. അബ്ദുള്ള ഞങ്ങൾ വിചാരിച്ചോണ്ട് എന്തല്ലപ്പ, ഞങ്ങൾ അത്ത എരുമാട്ടത്തെ അത്തൊന്നുമല്ല. ഇത് പ്രശ്നമാക്കിയിട്ട് അടുത്ത ഉറൂസിന് നൗഫൽ സഖാഫിയെ വിളിക്കണ്ടെന്നൊന്നും പറയണ്ട. നമ്മളാ വരുന്ന പാരമ്പര്യം അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരട്ടെ. അതേ സമയത്ത് അങ്ങനെ ഉണ്ടല്ലോ, ഞാൻ ഇവിടുത്തെ അത്ലല്ല പറഞ്ഞത്, കളസത്തെ അത്ലാന്ന് കരുത. ഒരു ലൈവായി കണ്ട് കുഴപ്പമുണ്ടാകുമ്പോൾ എനിക്കത് പേടിയാണ്. കളസക്കാർ ഇയാൾ ഞങ്ങളെ റായത്തെ പോയിട്ട് പോയി അവിടെ ഉണ്ടല്ലോ ബാബാ, കളസക്കാരും അല്ല, വേണ്ട, ഏതോ ഒരു നാട്ടിലത്തെ അത്ലാന്ന് കരുത. അപ്പൊ ചുരുക്കി പറയാ, അവരുടെ സ്വഭാവം എല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ആകാൻ പാടില്ല, ക്ഷമ വേണം. അല്ലാ, അവിടെ പോയി നോക്കുമ്പോ അല്ലാ തവാഫ് ചെയ്യുമ്പോ ചവിട്ടാണ്. ചിലപ്പോ മനഃപൂർവ്വം ആരും ചവിട്ടൂല, ചവിട്ടി പോയതായിരിക്കും. പോയാല് അടുത്ത രണ്ടാമത്തെ റൗണ്ട് തവാഫ്, പിന്നെ ഓന്റെ തവാഫിന്റെ ശ്രദ്ധ തെറ്റി, മറ്റേ ചവിട്ടിയ ഓനെ എവിടെയാണ്, അവന്റെ ബാക്കിൽ ഓടുക. പിന്നെ കഅബന്റെ തവാഫല്ല, ഓന്റെ തവാഫ്. ലാ ജിദാല ഫിൽ ഹജ്ജ് വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് ഹജ്ജാവണമെങ്കിൽ മൻ ഹജ്ജ വലം യർഫുസ് വലം യഫ്സുഖ്, അവൻ അവിടെ ഫിസ്ക് കാണിച്ചിട്ടില്ല, അവൻ തർക്കിക്കാൻ നിന്നില്ല, തെമ്മാടിത്തരം കാണിച്ചില്ല, കുഴപ്പത്തിന് നിന്നില്ല. ആ രൂപത്തിൽ നല്ല ക്ഷമയോടുകൂടെ ഹജ്ജ് ചെയ്ത സുലൈമാൻ നബി അലൈഹിസ്സലാം, ആ സുലൈമാൻ നബി അലൈഹിസ്സലാം പറയാണ്, ഓ മരിക്കുന്ന സമയത്ത് 3 വിശേഷണങ്ങള് ഒരാളിൽ ഉണ്ടായാ റബ്ബിന്റെ കോടതിയിൽ അയാൾ രക്ഷപ്പെട്ടു പോകുന്നു. ആ 3 സ്വഭാവം എപ്പോഴും സ്വർഗത്തിലെത്തുന്നത് വരെ